السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا മുഹമ്മദ്. വിശുദ്ധ ഖുർആനിലെ ആദ്യം അവതരിച്ച സൂറത്തുൽ അലഖിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഖുർആനിൻ്റെ ഘടനയിൽ 96-ാമത്തെ അധ്യായമായിട്ടാണ് സൂറത്തുൽ അലഖ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. ബാക്കിയായി സൂറത്ത് 19 വചനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയ സൂക്തങ്ങളാണ് ഈ സൂറത്തിലെ ആദ്യത്തെ 5 ആയത്തുകൾ. അതിനു മുമ്പ് 6 മാസം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുടർച്ചയായിട്ട് പല സ്വപ്ന ദർശനങ്ങളും ഉണ്ടാവുകയുണ്ടായി. നുബുവത്തിൻ്റെ 46-ൽ ഒരു അംശമാണ് സ്വപ്നമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം സ്വപ്നങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വഴികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏകാഗ്രത ഇഷ്ടമായി തോന്നുകയും അങ്ങനെ മക്കക്കടുത്തുള്ള ജബൽ നൂർ എന്ന ആ മഹാമലയിൽ അതിൻ്റെ ഉള്ളിൽ സംവിധാനിച്ചിട്ടുള്ള ഹിറ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരെ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുകയും ഇടയ്ക്കിടെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ ജബൽ നൂർ എന്ന് പറഞ്ഞാൽ ഹിറ ഗുഹ ഇന്നും മക്കയിൽ പോയാൽ നമുക്ക് കാണാനും സന്ദർശിക്കാനൊക്കെ കഴിയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുഹയിലേക്ക് വരികയും നബിയോട് വായിക്കാൻ ആവശ്യപ്പെടുകയും ഞാൻ വായിക്കുന്നവനല്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ സ്കൂൾ പാഠശാലകളിൽ പഠിച്ച് അക്ഷരം എഴുതി വായിക്കാൻ ഒരു അധ്യാപകൻ്റെ മുന്നിൽ ഇരുന്ന് പഠിച്ചിട്ടില്ല. ആ നബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തരം ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ അന ബിഖാരിഇൻ, ഞാൻ വായിക്കുന്ന ആളല്ല എന്ന് മറുപടി പറയുകയും അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനിക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടിപ്പിടുത്തം പിടിക്കുകയും അങ്ങനെ വിടുകയും ചെയ്തു. വീണ്ടും മോദന ആവശ്യപ്പെടുകയും റസൂലുള്ളാഹി തങ്ങൾ ഇതേ മറുപടി ആവർത്തിക്കുകയും മൂന്നാമതും ഇങ്ങനെ പറയുകയും കൂട്ടിപ്പിടുകയും ചെയ്തു. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം 1 മുതൽ 5 വരെയുള്ള സൂക്തങ്ങൾ ഓതിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിറച്ചുകൊണ്ട് വീട്ടിലെത്തുകയും എനിക്ക് പുതപ്പിച്ച് തരുവീൻ, ജമീലുനി എന്ന് പറയുകയും ചെയ്തു. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുതപ്പിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിഭ്രമം കുറഞ്ഞപ്പോൾ ഹിറാ ഗുഹയിൽ നടന്ന കാര്യങ്ങൾ ഖദീജ ബീവിയോട് പറയുകയും അതുകൊണ്ട് തന്നെ ഞാൻ ഭയപ്പെടുന്നുണ്ടെന്ന് തൻ്റെ പ്രിയതമയോട് തൻ്റെ പ്രയാസം ഷെയർ ചെയ്യുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ ഭാര്യയാകുന്ന തുണയാകുന്ന ഇണയാകുന്ന ഭാര്യയാകുന്ന ഖദീജ ബിബി റളിയല്ലാഹു അൻഹ അങ്ങ് വിഷമിക്കേണ്ടതില്ലെന്നും അള്ളാഹു അങ്ങേ ഏറ്റെടുക്കുകയെന്നും പറഞ്ഞു. കാരണം അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരാണ്, അന്യരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്, ഇല്ലാത്തവന് സഹായം നൽകുന്ന, അതിഥിയെ ആദരിക്കുന്ന തുടങ്ങിയ ഒരുപാട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഗുണങ്ങൾ തങ്ങളിൽ സമ്മേളിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്നും പറഞ്ഞു ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചു. ഒരു ഭാര്യ ഭർത്താവിന് തുണയാകേണ്ട ഒരു വലിയ സന്ദർഭം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിയിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എൻ്റെ പിതൃവ്യ പുത്രനായിട്ട് പറയുന്ന വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. നേരത്തെ തന്നെ ക്രിസ്തുമതം സ്വീകരിക്കുകയും ഇഞ്ചീൽ എന്ന് പറയുന്ന ദൈവിക ഗ്രന്ഥം നന്നായി പഠിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹിറാ ഗുഹയുടെ കഥകളെല്ലാം കേട്ടപ്പോൾ അത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്ന മാലാഖയായിരുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നത് യഥാർത്ഥ സത്യദൂതന്മാരിലേക്ക് വരുന്ന മാലാഖയാണെന്നും തങ്ങളുടെ ജനത തങ്ങളെ പുറത്താക്കുന്ന സമയത്ത് ഞാനെങ്ങാനും ഉണ്ടെങ്കിൽ തങ്ങളെ ഞാൻ സഹായിക്കുമെന്നും അവിടുന്ന് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ആ വേദപണ്ഡിതൻ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ സമുദായം, എൻ്റെ ജനത മക്കക്കാർ എന്നെ പുറത്താക്കുമോ? വറഖത്ത് പറയുന്നുണ്ട്, തങ്ങൾ കൊണ്ടുവന്നത് പോലുള്ള ആശയവുമായി വരുന്ന ആരും ലോകത്ത് ഉപദ്രവിക്കപ്പെടാതിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തങ്ങളും ഈ രൂപത്തിലുള്ള ചില കാര്യങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അധികം വൈകാതെ വറഖത്ത് ബിൻ നൗഫൽ മരണപ്പെട്ടു. അങ്ങനെ ലോകത്ത് ഈ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഭ വരുത്താൻ വേണ്ടിയിട്ട് ആദ്യ 5 വചനങ്ങളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള വഹി മുഖാന്തരം ഈ സമുദായത്തിലേക്ക് വരികയാണ്. ആ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ അണമുറിയാതെ നിൽക്കും. ആ സൂറത്തിൻ്റെ തുടക്കം നമ്മൾ പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ അള്ളാഹുവിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ ഓതുക. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. അഥവാ ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ഇതിൻ്റെ താല്പര്യം. ബിസ്മിയുടെ പ്രാധാന്യം നമ്മൾ മുമ്പ് സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ് ലഭ്യമാണ്, കേൾക്കാം. 2-ാമത്തെ വചനം ഖലഖൽ ഇൻസാന മിൻ അലഖ്, അവൻ മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാ സൃഷ്ടികളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചതെന്ന് ആദ്യം പറഞ്ഞ ശേഷം പ്രത്യേകം മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഇത് മനുഷ്യൻ്റെ മഹത്വം വിളിച്ചറിയിക്കാനാണ്. കാരണം രക്തക്കട്ടയിൽ നിന്ന്, അതിനു മുമ്പ് നമുക്കറിയാം ഇന്ദ്രിയ തുള്ളിയായിരുന്ന മനുഷ്യൻ രക്തക്കട്ടയിൽ നിന്നും ഘട്ടം ഘട്ടമായി സൃഷ്ടിക്കപ്പെട്ടു എന്നത് വളരെ മ്ലേച്ഛമായി കാണുന്നു. ഒരു വസ്തുവിൽ നിന്നും മനുഷ്യനെ പഠിച്ച് അങ്ങനെ വലിയ മഹോന്നത സ്ഥാനങ്ങൾക്ക് മനുഷ്യനെ അള്ളാഹു തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ അവസ്ഥകൾ മനുഷ്യൻ അള്ളാഹു നൽകിയ മഹത്തായ അവൻ്റെ കാരുണ്യത്തിൻ്റെ പ്രതിഫലനമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനം. അതായത് അള്ളാഹു അവന് നൽകിയ ഒരു അനുഗ്രഹമാണ് ഇതെന്ന് അവനെ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇഖ്റ വറബ്ബുക്കൽ അക്രം, ഇഖ്റ ഓതുക, വറബ്ബുക്കൽ അക്രം, നിങ്ങളുടെ റബ്ബ് അത്യുദാരനാകുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ആദ്യത്തെ വചനം ഇഖ്റ തന്നെയാണ്. 3-ാമത്തെ വചനത്തിൽ വീണ്ടും ഓതുക എന്ന ആവർത്തനം ഓത്തിൻ്റെ വായനയുടെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്നതാണ്. അള്ളാഹു
അത്യുദാരനാണെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഒന്നുമില്ലാതിരുന്ന മനുഷ്യന് ജന്മം നൽകുകയും അവന് ആവശ്യമായ ഭക്ഷണവും വെള്ളവും മറ്റെല്ലാ സംവിധാനങ്ങളും ഒരുക്കി നൽകി വളർത്തിക്കൊണ്ടുവരികയും ചെയ്തത് അള്ളാഹുവാണെന്ന് അറിഞ്ഞിട്ടും മനുഷ്യൻ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടും അള്ളാഹു അവൻ്റെ നന്ദികേടിനും ഉടൻ ശിക്ഷ നൽകാതെ സഹിച്ചുകൊണ്ട് അവനെ തൗബ ചെയ്യാനുള്ള സമയം വെച്ചുകൊണ്ട് ഏറ്റവും മാന്യമായിട്ടുള്ള പെരുമാറ്റം മാത്രമാണ് അവൻ നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഴുതാൻ പഠിപ്പിച്ചതും വേദഗ്രന്ഥം നൽകിയതുമൊക്കെ അവൻ്റെ ഔദാര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുത്ത് പഠിപ്പിച്ചവനാണ് അള്ളാഹു. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണെന്ന് പറഞ്ഞത് വലിയ ഒരു അനുഗ്രഹത്തിലേക്കുള്ള സൂചനയാണ്. കാരണം സഈദ് റളിയല്ലാഹു അൻഹു ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, പേന അള്ളാഹുവിൽ നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹമാണ്. അതില്ലായിരുന്നെങ്കിൽ ഒരു മതവും നിന്നു പോരുകയില്ലായിരുന്നു, ഒരു ജീവിതവും നന്നായി തീരുകയുമില്ല എന്ന് അവരൊക്കെ പറഞ്ഞത് കാണാം. പേനയുടെ പ്രാധാന്യം ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. കാരണം ഖുർആനിൻ്റെ ആദ്യ വചനങ്ങളിൽ ഉൾക്കൊള്ള ഒരു ആശയമാണ് എഴുത്താണിയെക്കുറിച്ച് പറയുന്ന ഈ ഭാഗം. വിജ്ഞാന വികാസത്തിനും അജ്ഞതയകറ്റാനും പേനയുടെ സംഭാവന മഹത്തരം തന്നെയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എഴുതി വെക്കുക എന്നതും അത് നിലനിൽക്കാനും മനപ്പാടമാക്കിയത് മറക്കുമ്പോഴും അത് ആ എഴുതി വെച്ചത് എന്നും അവശേഷിക്കുന്നുണ്ടെന്നും കച്ചവടം മറ്റ് ഇടപാടുകളിലും എഴുതണമെന്ന് ഖുർആൻ നമ്മളോട് പരാമർശിച്ചത് കൽപ്പിച്ചതുമായ വചനങ്ങൾ നമുക്ക് അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് പേനയാണെന്നും അവ്വലു മാ ഖലഖല്ലാഹു അൽ ഖലം എന്ന് പറയുന്ന ഹദീസിൽ അതിനോട് എഴുതാൻ അള്ളാഹു നിർദ്ദേശിക്കുകയും ഈ ഭൂലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ കാര്യവും അത് എഴുതിയെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ മലക്കുകൾ ഒരു ഗർഭസ്ഥ ശിശുവിന് 4 മാസമാകുമ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആ കുഞ്ഞിൻ്റെ ആയുസ്സും അതേപോലെ തന്നെ ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നതും അതിൻ്റെ ഭക്ഷണവും അതിൻ്റെ വിജയ പരാജയവും എല്ലാം എഴുതുമെന്നും ഹദീസുകളിൽ കാണാം. നാം ചെയ്യുന്ന ഓരോ കാര്യവും ബഹുമാനികളായ മാലാകമാർ എഴുതിക്കൊണ്ടിരിക്കുന്നതായി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മനുഷ്യനും പേന കൊണ്ട് എഴുതുന്നു. ചുരുക്കത്തിൽ ഖലം എന്നതിന് 3 വിശദീകരണം കാണാം. 1 അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത്, 2 മലായിക്കത്തുകളുടെ പേന, 3 മനുഷ്യരുടെ പേന. ഏതായാലും എഴുത്തും വായനയും ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അതിന് പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം. എന്നാൽ ഈ സൂക്തങ്ങൾ ഓതുന്നവരും വായനക്കും എഴുത്തിനും ഇസ്ലാം നൽകിയ മുന്തിയ പരിഗണന പറയുന്നവരും ആ വായനക്കും എഴുത്തിനുമൊക്കെ നാഥൻ്റെ നാവുമായി ബന്ധപ്പെടുത്തിയാണ് ഖുർആൻ പറഞ്ഞതെന്ന് സൗകര്യപൂർവ്വം മറക്കുകയും ഖുർആനിനെയും മതതത്വങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് ഇന്ന് ഭൗതിക വിജ്ഞാനത്തിൻ്റെ വികാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ട് എന്തുമാത്രം അക്രമമാണ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്നത്. കാരണം എല്ലാ അനുഗ്രഹത്തിൻ്റെയും ദാതാവാകുന്ന റബ്ബിനെ മറന്നുകൊണ്ട് ഏത് വിജ്ഞാനം സമ്പാദിക്കുമ്പോഴും അതിന് കഴിവ് തന്ന അള്ളാഹുവിനെ ഓർക്കുന്നതിനും സഹായമാകുന്ന ധാർമ്മിക വിദ്യയുടെ അനിവാര്യത നമ്മൾ ഓർക്കണം. അതാണ് തങ്ങളുടെ നാഥൻ്റെ നാമത്തിൽ ബിസ്മിക റബ്ബിക്കല്ലദീ ഖലഖ, റബ്ബിക്കല്ലദീ നിങ്ങളുടെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. വായിച്ചാൽ പോരാ, മറിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വായനയാവണം എന്നാണ് ചുരുക്കം. അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യനെ അറിയാത്തതെല്ലാം പഠിപ്പിച്ചു കൊടുത്ത റബ്ബാണവൻ. ഒന്നും അറിയാത്തവനായി ഭൂലോകത്തേക്ക് വന്ന മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം പഠിപ്പിച്ച് അള്ളാഹു ആണെന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും ഉണ്ടാവണം. അതിനാൽ അറിവ് ലഭിക്കുന്നതിനനുസരിച്ച് കൊണ്ട് മനുഷ്യൻ കൂടുതൽ വിനയാന്വിതനായി തീരുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത്. അല്ലാതെ അഹങ്കരിച്ചുകൊണ്ട് നന്ദികേട് കാണിച്ചുകൊണ്ട് മോട്ട് കാട്ടിക്കൊണ്ട് ധിക്കാരിയായിക്കൊണ്ട് ഭൂലോകത്ത് ജീവിക്കാൻ മനുഷ്യൻ പാടില്ല. 6-ാമത്തെ വചനം, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ, ഇല്ല നിശ്ചയ മനുഷ്യൻ അതിരുവിട്ടു പോകുന്നുണ്ട്. താൻ സ്വയം പര്യാപ്തനാണെന്ന് സ്വന്തത്തെക്കുറിച്ച് ഓരോ മനുഷ്യനും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇന്നയിലാ റബ്ബിക റുജഅ, എന്നാൽ മനസ്സിലാക്കണം മനുഷ്യ, നിന്റെ നാഥനിലേക്ക് തന്നെയാണ് ഓരോ മനുഷ്യനെയും മടക്കപ്പെടുന്നത്. മനുഷ്യന് ഭൗതിക ലോകത്താൽക്കും സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും കുറച്ച് സമ്പത്ത് ലഭിക്കുമ്പോഴേക്കും അത് നൽകിയ റബ്ബിനെ വെല്ലുവിളിക്കാനും എനിക്ക് ഞാൻ തന്നെ മതിയെന്ന ഒരു സെൽഫിഷ് പുതിയ കാലത്തെ ലിബറൽ ചിന്തയിലേക്ക് മനുഷ്യൻ മാറാനും അങ്ങനെ അഹങ്കരിക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട്. അത് കാരണമായിട്ട് അതിൻ്റെ തൽഫലമായിട്ട് അവൻ നേരും നെറിയും ശ്രദ്ധിക്കാത്തവനും താന്തോന്നിയുമായിട്ട് ജീവിക്കുന്നവനായി തീരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവൻ്റെ അഹങ്കാരങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നടിയുമെന്ന് നമുക്ക് അനുഭവങ്ങളിലൂടെ കാണാൻ കഴിയും. വിശേഷ ബുദ്ധി നൽകി അള്ളാഹു ആദരിച്ച ഈ മനുഷ്യൻ ആ ബുദ്ധി ശരിയായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. എന്നാൽ ഇത്രയും അപകടത്തിൽ എത്തിപ്പെടാൻ കാരണം ഇവിടെ പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും ബാധകമാണെങ്കിലും അബൂജഹലിൻ്റെ വിഷയത്തിലാണിത് അവതരിച്ചതെന്നും അവസാനം വരെയുള്ള സൂക്തങ്ങൾ ഇത് മുതൽക്ക് അവസാനം വരെയുള്ള സൂക്തങ്ങൾ അവതരിച്ചത് നമുക്ക് കാണാം. മക്കയിലുള്ള തൻ്റെ സ്വാധീനത്തിലും ധനമികവിലും അവൻ അഹങ്കരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവൻ വെല്ലുവിളിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഈ പരാമർശം എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര അഹങ്കരിച്ചാലും അള്ളാഹുവിൻ്റെ അന്തിമ കോടതിയാകുന്ന ആ കോടതിയിലേക്കാണ് അവൻ്റെ മടക്കമെന്നും പ്രവർത്തിച്ചതിനൊക്കെ കണക്കനുസരിച്ചുകൊണ്ട് ഒരു അണുമണി വ്യത്യാസമില്ലാതെ അവിടെ കൂലി ലഭിക്കുമെന്നും ഉണർത്തുകയാണ് ഇവിടെ റബ്ബ് ചെയ്തിട്ടുള്ളത്. അറഅയ്ത നിങ്ങൾ കണ്ടുവോ, അല്ലദീ യൻഹ തടയുന്നവനെ നിങ്ങൾ കണ്ടുവോ, അബ്ദൻ ഇദാ സ്വല്ല ഒരു അടിമയെ ആ അടിമ നിസ്കരിക്കുമ്പോൾ തടയുന്നവനെ നീ കണ്ടുവോ, അറഅയ്ത ഇൻ കാന അലൽ ഹുദാ താങ്കൾ കണ്ടുവോ ആ അടിമ സന്മാർഗത്തിലാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ, ഔ അമറ ബിത്തഖ്വ അല്ലെങ്കിൽ ആ അടിമ സൂക്ഷ്മത കൊണ്ട് കൽപ്പിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ കാണുന്നത്, അറഅയ്ത ഇൻ കദ്ദബ വതവല്ല താങ്കൾ കണ്ടുവോ
അറഅയ്ത ഇൻ കസ്സബോത്തവല്ല, അവൻ അതായത് തടയുന്നവൻ വ്യാജമാക്കുകയും തിരിഞ്ഞു കളയുവാണെങ്കിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥയെന്ന് നിങ്ങൾ കണ്ടുപോയെന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്. ഒരു അടിമ നിസ്കരിക്കുമ്പോൾ അവരെ തടഞ്ഞവനെ കണ്ടില്ലേ, എന്താണ് അവൻ്റെ അവസ്ഥ? ആ നിസ്കരിക്കുന്ന അടിമ സന്മാർഗത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയഭക്തിയോടെ ജീവിക്കാൻ ജനങ്ങൾ ഉപദേശിക്കുന്നവരുമാണെങ്കിലും സത്യം അങ്ങനെ തന്നെയാണെങ്കിലും അവരെ തടയാനും ഉപദ്രവിക്കാനും ശ്രമിക്കുന്ന എന്തുമാത്രം ധിക്കാരിയായ അക്രമിയാണ് എന്ന് മാത്രമല്ല അവൻ സത്യത്തെ കളവാക്കുന്നവനും സത്യത്തിനെതിരെ പുറം തിരിഞ്ഞു നിൽക്കുന്നവനുമാണെന്നാണ് ഈ പറഞ്ഞ ആയത്തുകളുടെയൊക്കെ ചുരുങ്ങിയ വിശദീകരണം. അവൻ്റെ അവസ്ഥ എന്തുമാത്രം ശോചനീയമായിരിക്കും. കാരണം ഇവിടെ പറഞ്ഞ അടിമ കൊണ്ടുള്ള ഉദ്ദേശം ആദരവായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തടയുന്ന ആൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബൂജഹലുമാണെന്ന് വ്യാഖ്യാതാക്കൾ മുഴുവനും വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആ സ്വഭാവം നിലനിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് ബാധകമാണെന്ന് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നന്മയെ തടയുന്ന, നിസ്കാരത്തിന് തടയുന്ന ആളുകളെ നാം പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ തങ്ങളുടെ പിരടിക്ക് ചവിട്ടാനായിട്ട് അബൂജഹൽ വന്നതും അങ്ങനെ റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ പോയ അതേ വേഗതയിൽ അവൻ തിരിച്ചു പോരുകയും എന്തു പറ്റിയെന്ന് ചോദിച്ച അനുയായികളോട് എനിക്കും നബിക്കുമിടയിൽ ഒരു തീയിൻ്റെ കിടങ്ങും മറ്റ് പല ഭയാനക അവസ്ഥകളും കണ്ടുവെന്ന് അദ്ദേഹം തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അലം യഅലം ബി അന്നല്ലാഹ യറാ, തീർച്ചയായിട്ടും അള്ളാഹു കാണുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞിട്ടില്ലേ? ഏറ്റവും വലിയ താക്കീതിൻ്റെ ശൈലിയാണിത്. കാരണം അലം യഅലം ബി അന്നല്ലാഹ യറാ, അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്നും അവൻ ഇതിനൊക്കെ തനിക്ക് പ്രതിഫലം നൽകുമെന്നും ഈ ആളുകൾ മനസ്സിലാക്കുന്നില്ലേ? ഏതൊരു കാര്യം ചെയ്യുന്നവനും അള്ളാഹു അത് കാണുന്നുണ്ടെന്ന് ഓർമ്മിക്കുകയും അവന് ഇഷ്ടമില്ലാത്തതിലേക്ക് മുന്നിടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം എന്നൊക്കെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ, അല്ല വേണ്ട, ലഇല്ലം യൻതഹി അവൻ വിരമിക്കുന്നില്ലെങ്കിൽ ലനസ്ഫഅൻ ബിന്നാസിയ ആ കുടുമ നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും, അവൻ്റെ തല പിടിച്ചു വലിക്കും. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, അതേ കള്ളവാദിയും കുറ്റക്കാരനുമായ ആ തല. ഫല്യദഉ നാദിയ, എന്നിട്ട് അവൻ അവൻ്റെ സഭക്കാരെ വിളിച്ചു കൊള്ളട്ടെ, കൂടെയുള്ള ആളുകളെ വിളിച്ചു കൊള്ളട്ടെ, അവൻ്റെ സംഘടനക്കാരെ വിളിച്ചു കൊള്ളട്ടെ. സനദുൽ സബാനിയ, നാം സമാനിയാക്കളെ എന്ന് പറഞ്ഞാൽ നരകത്തിലെ മലായിക്കത്തിനെ വിളിച്ചു കൊള്ളാം. കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്, വേണ്ട, നബി തങ്ങളോടുള്ള പറയാണ്, തങ്ങൾ അവനെ അനുസരിക്കരുത്, അവൻ്റെ കൽപ്പന ഒരിക്കലും നെഞ്ചേറ്റരുത്, തങ്ങൾ സുജൂദ് ചെയ്യുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യണമെന്ന് റബ്ബിൻ്റെ കൽപ്പനയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അബൂജഹലിനും സമാന സ്വഭാവമുള്ളവർക്കുമുള്ള ശക്തമായ താക്കീതാണ് ഈ ഒരു ആദ്യ സൂറത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ദുഷ്പ്രവർത്തനം നടത്തുന്നില്ലെങ്കിൽ അവൻ്റെ പിഴച്ച കള്ളത്തലയിലെ കുടുമ പിടിച്ച് നാം അവൻ്റെ നരകത്തിലേക്ക് വലിക്കും എന്ന് പറഞ്ഞാൽ തലയുടെ മുൻഭാഗം, തലയോട്ടിയാണ് അതിൻ്റെ ഉദ്ദേശം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ്റെ ആളുകളെ അവൻ വിളിച്ച് സഹായിച്ച് ചോദിച്ചോട്ടെ, ആരാണ് അവനെ രക്ഷിക്കാൻ വരുന്നത്? ആരും വരില്ല. കാരണം സബാനിയാക്കളായ നരകത്തിൻ്റെ കാവൽക്കാരായ ശക്തന്മാരായ മല്ലന്മാരായ മലക്കുകളെ നാം വിളിക്കുകയും എന്നാൽ ഈ ധിക്കാരികളെ നരകത്തിലേക്ക് വലിച്ചിഴക്കാൻ അള്ളാഹു അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതിനെ തടയാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ അവർക്ക് കഴിയില്ല എന്നൊക്കെയാണ് ഇവിടെ ഉണർത്തുന്നത്. ഇത്തരം ദുശക്തികളുടെ ഭീഷണിയെ തങ്ങളെ അനുസരിക്കാതിരിക്കുകയും പകരം അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്തുകയാണ് ഈ സൂറത്തിൻ്റെ അവസാനം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ വസ്തുത വഖ്തരിബ് എന്ന് പറയുന്ന ഒരു കൽപ്പന ഉള്ളതുകൊണ്ട് ഈ സൂറത്ത് ഓതി പൂർത്തിയാക്കിയാൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ അവൻ്റെ ശത്രുക്കളിൽ നിന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണവും അവൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ സാരോപദേശങ്ങളും നൽകുന്ന ഈ ഒരു സൂറത്തിൻ്റെ അവസാന ഭാഗമാണ് ഇപ്പോൾ ഓതി പൂർത്തിയാക്കിയിട്ടുള്ളത്. നന്മ പഠിക്കാനും മനസ്സിലാക്കാനും നാഥൻ നമുക്ക് ഉദവി നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.